മർക്കോസ് വിശേഷം 11-ാം അധ്യായം 3-ാം വാക്യം. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളാണ്. ക്രിസ്തുവിന്റെ യെരുശലേം ദേവാലയത്തിലേക്കുള്ള മഹത്വ പ്രവേശനത്തിനുള്ള ഒരുക്കം. അതിന് ശിഷ്യന്മാരെ അയക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുവാനായി ഒരു വാഹന മൃഗം കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. അത് കെട്ടിയിട്ടിരുന്ന ഒരു കഴുതയാണ്. കെട്ടിയിട്ടിരുന്ന ഒരു കഴുത. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ കടന്നു പോകുന്ന ഗ്രാമത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയെ കാണും. സാധാരണ കഴുതയെ കെട്ടിയിട്ട് വളർത്താറില്ല. കെട്ടപ്പെട്ട കഴുത എന്നാൽ അതിനർത്ഥം ആർക്കും പ്രയോജനമില്ലാത്ത കഴുത എന്നാണ്. അതിൻ്റെ ഉടമസ്ഥന് ഈ കഴുതയെ കൊണ്ട് പ്രയോജനമില്ല, അതുകൊണ്ട് അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, അതിനെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്, അതിനെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ആർക്കും വേണ്ടാതെ കെട്ടിയിട്ടിരുന്ന കഴുതയെ തൻ്റെ വാഹന മൃഗമാക്കി മാറ്റിയ കർത്താവ്, മാനമില്ലാതിരുന്ന ആ കഴുതയ്ക്ക് മാനം നൽകിയ കർത്താവ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യെരുശലേമിലേക്കുള്ള കർത്താവിൻ്റെ മഹത്വപ്രവേശനം നമുക്ക് നൽകുന്ന ഒരു വലിയ ബോധ്യം ഇതാണ്: ആർക്കും വേണ്ടാത്തതിനെ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട്. നിങ്ങൾ പ്രയോജനമില്ലാത്തവരാണ്, കഴിവില്ലാത്തവരാണ്, ഗുണമില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വലിയ ഉറപ്പിതാണ്: എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രയോജനമില്ല എന്ന് ഈ ലോകം ചിന്തിക്കുന്ന ആരെ കൊണ്ടും കർത്താവിന് പ്രയോജനമുണ്ട്. ക്രിസ്ത്യാനികളെ മുഴുവൻ നശിപ്പിക്കുവാൻ ശ്രമിച്ച ശൗൽ എന്ന മനുഷ്യനെ രണ്ടാം ക്രിസ്തു എന്ന് പോലും അറിയപ്പെടുന്ന വിധത്തിൽ പൗലൂസായി രൂപാന്തരപ്പെടുത്തുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞുവെങ്കിൽ, മുക്കുവനായിരുന്ന പത്രോസിനെയും യോഹന്നാനെയും സഭയുടെ നെടും തൂണുകളായി മാറ്റുവാൻ, അക്ഷരാഭ്യാസം ഇല്ല എന്ന് ലോകം പറഞ്ഞിരുന്നവരെ ഏറ്റവും വിജ്ഞാനികളാക്കി മാറ്റുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞുവെങ്കിൽ, നമ്മെ കൊണ്ടും കർത്താവിന് ആവശ്യമുണ്ട്. ക്രിസ്തുവിന് പ്രയോജനമില്ലാത്തവരായി ആരും തന്നെയില്ല. നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? കർത്താവിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്.